തേനീച്ച വളർത്തലിന് വലിയ പ്രാധാന്യമൊന്നും നൽകാതിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് കുറഞ്ഞ ചെലവിൽ ആദായം നൽകുന്ന തൊഴിൽ എന്ന നിലയ്ക്ക് ഇത് പരക്കെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. കേരളം തേനീച്ച വളർത്തലിന് വളരെ യോജിച്ച പ്രദേശമാണ്. 5 ഇനത്തിൽപ്പെട്ട തേനീച്ചകളെയാണ് സാധാരണ കണ്ടുവരുന്നത്. ഇവയിൽ ഏപ്പീസ് സെറാന ഇൻഡിക്ക എന്ന ഇനമാണ് കേരളത്തിൽ സാധാരണയായി വളർത്തുന്നത്. 2001 മുതലാണ് കൃഷിവകുപ്പ് തേനീച്ച വളർത്തൽ രംഗത്ത് പ്രത്യേക ശ്രദ്ധ പതിപ്പിച്ചു തുടങ്ങിയത്. സംസ്ഥാനത്ത് ത്രിതല പഞ്ചായത്ത് വഴി കൃഷിഭവനുകളുടെ സജീവ സാന്നിധ്യത്തിൽ കഴിഞ്ഞ 13 പരം വർഷങ്ങളായി 1000 പഞ്ചായത്തുകളിൽ സൗജന്യ തേനീച്ച വളർത്തൽ പരിശീലനം നൽകി വരുന്നുണ്ട്. ഹോർട്ടികോർപ്പിൻ്റെ സൗജന്യ തേനീച്ച വളർത്തൽ പദ്ധതിയിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മുഴുവൻ ജില്ലകളിലും 1000 ഗ്രാമപഞ്ചായത്തുകളിലും കൃഷിവകുപ്പിൻ്റെ കീഴിലും ഹോർട്ടികോർപ്പിൻ്റെ കീഴിലും ത്രിതല പഞ്ചായത്ത് വഴിയും തേനീച്ച വളർത്തൽ ഇന്ന് ഒരു വലിയ പദ്ധതിയായി ജനകീയ പദ്ധതിയുമായി നടന്നു വരുന്നു. ഈ കടമ്പനാട് ഗ്രാമപഞ്ചായത്തിൽ എൻ്റെ ഉൾപ്പെടുന്ന ഈ അടൂർ താലൂക്കിലെ കടമ്പനാട് എൻ്റെ ഈ പഞ്ചായത്തിൽ പോലും ഇപ്പോൾ ഏതാണ്ട് 500-600 തേനീച്ച കോളനികളും 10-30 കർഷകരും ഇവിടെ തന്നെ ഉണ്ട്. അവർക്ക് ഒരു വഴികാട്ടിയായും ഹോർട്ടികോർപ്പിൻ്റെ എൻ്റെ സ്ഥാപനത്തിൻ്റെ അവിടുന്ന് പഠിച്ച ആ നോളജ് വെച്ച് ഞാൻ ഈ പ്രവർത്തനങ്ങൾ ഇപ്പോഴും നടന്നു വരികയാണ്. ക്ലാസ് എടുക്കാൻ പോവുകയും ഫീൽഡ് വർക്ക് ചെയ്യുന്നുണ്ട്. തേനീച്ചകളുടെ ഒരു കുടുംബത്തെ കോളനി എന്ന് പറയുന്നു. 20,000-ഓളം ഈച്ചകളെ ഒരു കോളനിയിൽ കാണാം. റാണി, വേലക്കാരികൾ, ആണീച്ചകൾ എന്നിങ്ങനെ 3 തരം ഈച്ചകളാണ് ഒരു കോളനിയിൽ കാണുന്നത്. തേനീച്ചക്കൂടിന് 4 ഭാഗങ്ങളാണ് ഉള്ളത്. പുഴുഅറ, തേനറ, മേൽക്കൂര, അടിപ്പലക എന്നിവയാണ്. അടിപ്പെട്ടിയിലെ അടകളുടെ പേര് പുഴു അടകൾ എന്നാണ്. ഇത്തരം 6 പുഴു അടകൾ ഒരു പെട്ടിയിലുണ്ടാകും. 6 അടകൾ നിറഞ്ഞാൽ ഈ കോളനി 2ആയി വിഭജിക്കുന്നു. ഇപ്രകാരം പുതുതായി പിരിക്കുന്ന കോളനിക്ക് 2-3 ചട്ടത്തിലുള്ള പൂർണ്ണമായ അടകളും 500 മുതൽ 1000 വരെ ഈച്ചകളും ഒരു റാണിയും ഉണ്ടായിരിക്കണം. ആയിരത്തി 1955 ഞാൻ വാർധയിൽ പോകാൻ സേവാഗ്രാം ഗാന്ധിയുടെ ആശ്രമത്തിൽ പോകാനും അവിടെ ഈ ഗ്രാമരചന ട്രെയിനിങ് ഈ നൈതാലിം ട്രെയിനിങ് ഞാൻ എടുക്കാനായിട്ടൊക്കെ അവസരം തന്നു. ആ സമയം എനിക്കൊരു പ്രധാന വിഷയമായിരുന്നു തേനീച്ച വളർത്തൽ, മധുപക്കി പാൽ എന്നാണ് ഹിന്ദിയിൽ അത് പറയുന്നത്. അപ്പോൾ അതിനൊരവസരം കിട്ടി. അപ്പോൾ ഞാൻ അവിടെയുള്ള വിവിധ സ്ഥലങ്ങളിൽ അവിടുത്തെ തേനീച്ച വളർത്തലിനെ കുറിച്ച് മനസ്സിലാക്കി ആ തരത്തിലൊക്കെ ഉള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ 1955 NES ബ്ലോക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ തേനീച്ച വളർത്തലും നമ്മുടെ ഖാദി ഗ്രാമവ്യവസായ പ്രവർത്തനങ്ങളിൽ ഒരു ഘടകമായിട്ട് ഗവൺമെൻറ് അംഗീകരിച്ച് ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്നതിനും അതുകൊണ്ട് നമ്മുടെ കൃഷി ഉൽപ്പന്നങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും അതിൻ്റെ ആദായം വർദ്ധിപ്പിക്കാനായിട്ട് സഹായമാകുന്നതാണ് എന്നൊക്കെ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അത് വളരെ അത് ഒരു ഖാദി കമ്മീഷൻ്റെ ഒരു അംഗീകൃത ഒരു വ്യവസായമായിട്ട് എടുത്തു. അന്ന് ആദ്യം പരിശീലനം കൊടുക്കുന്ന കൂട്ടത്തിൽ കേരളത്തിൽ അന്ന് സ്റ്റൈപ്പൻഡോടുകൂടി എനിക്ക് അതിൻ്റെ പരിശീലനം ലഭിക്കാനുള്ള അവസരം കിട്ടി. റാണി ഉൾപ്പെടെ 2 അല്ലെങ്കിൽ 3 പുഴു അടകൾ കാലിപ്പെട്ടിയിൽ നിക്ഷേപിക്കുന്നു. കാലിപ്പെട്ടിയിലെ 6 കാലി ഫ്രെയിമുകൾ 2 പെട്ടിയിലും തുല്യമായി വരത്തക്ക വിധം ഇടുന്നു. പുതിയ റാണി ഉള്ള പെട്ടിയുടെ വാതിലടച്ച് 1 കിലോമീറ്റർ അകലെ കുറ്റിക്കാലിൽ സ്ഥാപിക്കണം. കാരണം പിരിച്ച ഈച്ചകൾക്ക് ചിലപ്പോൾ തായ്ക്കൂടിലേക്ക് മടങ്ങിവരുന്ന സ്വഭാവമുണ്ട്. ഇപ്രകാരമുള്ള പിരിക്കൽ പ്രക്രിയ നടത്തുന്നത് അനുകൂലമായ കാലാവസ്ഥയിലും 1 വർഷത്തെ പ്രധാന തേൻ പ്രവാഹ കാലത്തിൻ്റെ 8 മുതൽ 10 ആഴ്ചകൾ മുമ്പും ആയിരിക്കണം. പിരിച്ച ശേഷം മാതൃക്കൂട്ടിലെ റാണി സെൽ സൂക്ഷ്മമായി എടുത്ത് പുറത്ത് റാണിയില്ലാത്ത 2 നിറ അടകൾക്കിടയ്ക്ക് വച്ചുകൊടുത്ത ശേഷം ദൂരെ മാറ്റിയ കോളനി ഒരാഴ്ച കഴിയുമ്പോൾ തിരികെ തായ്ക്കൂടിൻ്റെ 10 അടിയോളം അകലത്തായി സ്ഥാപിക്കാവുന്നതാണ്. ഇപ്രകാരം പിരിക്കുന്ന പുതിയ കോളനികൾ തേൻ പ്രവാഹക്കാലം ആവുമ്പോൾ ശക്തി പ്രാപിച്ച്
നല്ല വിളവ് തരുന്നു. അനുയോജ്യമായ സമയത്ത് പിരിച്ചെടുത്താൽ ആദായത്തിൽ 80% മുതൽ 90% വരെ വർധനവുണ്ടാകും. കൂടാതെ പുതിയ കോളനികൾ സൃഷ്ടിച്ച് വിപണനം ചെയ്യുന്നതും നല്ല ആദായം നൽകുന്ന തൊഴിലാണ്. നല്ല ആരോഗ്യവും ഉൽപാദനശേഷിയും ശാന്ത സ്വഭാവവുമുള്ള റാണി ഈച്ചകളിൽ നിന്നും പിരിച്ചെടുത്ത കോളനി ഏറെ ആവശ്യക്കാരുള്ള ഉൽപ്പന്നമാണ്. ഈ തേനീച്ച കൃഷി എനിക്ക് വളരെ ഇഷ്ടമാണ്. കാരണം സ്വാഭാവികമായി അന്തരീക്ഷത്തിൽ പരാഗണം നടക്കുന്ന ഒരു ജീവികളാണ് തേനീച്ചകൾ. പണ്ട് നമ്മുടെ നാട്ടിൽ ധാരാളം തേനീച്ചകൾ ഉണ്ടായിരുന്നു. എല്ലാ വീടിൻ്റെയും ചുവരുകളിൽ തേനീച്ചകളുടെ ഒരു കൂട് തന്നെ ഉണ്ടായിരുന്നു. ഇന്ന് പുതിയ വീടുകൾ വന്നതോടെ എല്ലാ വീടിൻ്റെയും ചുവരുകൾ സിമൻറ്റ് വെച്ച് അടച്ചു കഴിഞ്ഞു. ചെറുതേനീച്ചകൾക്ക് വാസയോഗ്യമായ സ്ഥലങ്ങളില്ലാതെ ചെറുതേനീച്ചകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഫലം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം നമ്മുടെ മരങ്ങൾ കായ്ക്കുന്ന കായ്കനികൾക്ക് സ്വാഭാവികമായി യാതൊരു ഗുണവും ഇല്ലാത്ത അവസ്ഥയാണ്. കാരണം സ്വാഭാവികമായ പരാഗണം നടന്നുണ്ടാകുന്ന വിളകൾക്ക് മാത്രമേ അതിന് ഗുണവും സത്തയും ഉണ്ടാകുകയുള്ളൂ. ആയതിനാൽ തേനീച്ചകൾ വളർത്തേണ്ടത് ഏതൊരു ഭാരതീയൻ്റെയും കടമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മഴക്കാലത്തും വേനൽക്കാലത്തും പ്രത്യേകമായി കൂട് തുറന്ന് പരിശോധിച്ച് ആവശ്യമുള്ള ക്രമീകരണങ്ങൾ നടത്തണം. മഴക്കാലത്ത് തേനറകളിൽ തേൻ കുറവായിരിക്കും. ഇക്കാലയളവിൽ കൃത്രിമ ആഹാരം ഈച്ചകൾക്ക് നൽകേണ്ടതാണ്. ഇതിനായി കൂടിനുള്ളിൽ ചിരട്ട വച്ച് പഞ്ചസാര ലായനി നൽകുകയാണ് ചെയ്യുന്നത്. കേരളത്തിൽ മഴയേറിയ ജൂൺ മാസം മുതൽ ഡിസംബർ മാസം വരെയുള്ള 7 മാസത്തിലെ 28 ആഴ്ചകളിലും ആഴ്ചയിലൊരിക്കൽ ഒരു പെട്ടിയിൽ ഏതാണ്ട് 300 ഗ്രാം പഞ്ചസാര ലായനി നൽകേണ്ടതാണ്. ഇപ്പോൾ 30 പെട്ടി എനിക്ക് നിലവിലുണ്ട്. കഴിഞ്ഞ വർഷം 20 പെട്ടിയായിരുന്നു ഉള്ളത്. ആ 20 പെട്ടിയിൽ നിന്നും 300 കിലോ തേൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ 300 കിലോ തേൻ ഒരു കർഷകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ കൊടുക്കുമ്പോൾ തുച്ഛമായ പൈസയാണ് നമുക്ക് ഇത് കിട്ടുന്നത്. എന്നാൽ കടകളിൽ പോയി നമ്മൾ 100 ഗ്രാം തേൻ വാങ്ങിക്കുമ്പോൾ 50 രൂപ ഈടാക്കുന്നു. അപ്പോൾ 1 കിലോ തേനിന് 500 രൂപ വില വരുന്നു. അതിൻ്റെ 1/3 പോലും കർഷകൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഈ തേൻ കൊടുക്കുമ്പോൾ കിട്ടുന്നില്ല. എങ്കിൽ തന്നെയും ഈ തേനീച്ച വളർത്തൽ രംഗത്തെ നമ്മൾ സജീവമായി തുടർന്നുള്ള കാലങ്ങളിൽ കൂടുതൽ പെട്ടി ശേഖരിച്ച് തേനീച്ച വളർത്തൽ കൂടുതൽ വിപുലമാക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. തേനീച്ച വളർത്തലുമായി ബന്ധപ്പെട്ട് പ്രധാനമായും 3 ഉപകരണങ്ങൾ ആവശ്യമായി വരുന്നുണ്ട്. 1. തേനെടുക്കൽ യന്ത്രം അഥവാ ഹണി എക്സ്ട്രാക്ടർ. തേനറകൾക്ക് കേടുപാട് സംഭവിക്കാതെ തേനെടുക്കുവാൻ സഹായിക്കുന്നു. തേനടകൾ പിഴിഞ്ഞെടുത്താൽ തേൻ അശുദ്ധമാകും. തേനടകൾ കേടുവരികയും ചെയ്യും. അതിനാൽ ഹണി എക്സ്ട്രാക്ടർ ഉപയോഗിച്ചു തന്നെ തേനെടുക്കേണ്ടതാണ്. ഇങ്ങനെ ചെയ്താൽ തേനടകൾ കേടുകൂടാതെ തിരിച്ചു കൂടുകളിൽ യഥാസ്ഥാനത്ത് വയ്ക്കുവാനും സാധിക്കും. 2. പുക ഉപകരണം അഥവാ സ്മോക്കർ. പരിശോധനാ സമയത്ത് ഈച്ചകൾ കുത്താതിരിക്കാൻ സ്മോക്കർ സഹായിക്കുന്നു. ഇതിനകത്ത് ചകിരി വെച്ച് തീ കൊളുത്തി മൂടി അമർത്തുമ്പോൾ ക്രമത്തിൽ പുക വരുന്നു. ഈ സമയത്ത് ഈച്ചകൾ കുത്തുകയില്ല. 3. അടക്കത്തി അഥവാ നൈഫ്. തേനീച്ചക്കൂടുകൾ പരിശോധിക്കുമ്പോൾ അട മുറിക്കുന്നതിനും തേനറകളിൽ മൂടിയിരിക്കുന്ന മെഴുക് ചെത്തി മാറ്റുന്നതിനും തേനീച്ചക്കത്തി ഉപയോഗിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ 400 കിലോ തേൻ എനിക്കുണ്ടായിരുന്നു. അത് വിറ്റ് തുച്ഛമായിട്ടുള്ള പൈസയെ അതിനുള്ള കിട്ടിയിട്ടുള്ളൂ. സർക്കാർ ലെവലിൽ ഇതിന് 125 രൂപയേ ഉള്ളൂ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് 200 രൂപയെങ്കിലും ആക്കണമെന്നുള്ളതാണ് ഞങ്ങൾ പറയാനുള്ളത് ഇതിനോട്.
ഒരു തേനീച്ച കർഷകൻ എന്ന നിലയിൽ ശാസ്ത്രീയമായി പരിശീലനം ലഭിച്ച വ്യക്തിക്ക് അനുയോജ്യമായ സ്ഥലങ്ങൾ തിരഞ്ഞെടുത്ത് കോളനികളെ പരിരക്ഷിച്ച് തേൻ ശേഖരിച്ച് വരുമാനം കണ്ടെത്താം. സാധാരണയായി കോളനികൾ സ്ഥാപിച്ച് ഇപ്രകാരം കൃഷി ചെയ്യുന്ന കർഷകന് തേൻ സംസ്കരിക്കുവാനുള്ള സമയമോ അതിലേക്ക് ആവശ്യമായ ഉപകരണങ്ങളോ കേടുകൂടാതെ കരുതിവെക്കാനുള്ള ഇടമോ കാണണമെന്നില്ല. ഈ ശ്രേണിയിൽപ്പെടുന്ന കർഷകർ ശേഖരിക്കുന്ന അസംസ്കൃത തേൻ സംഘടിത മേഖലകൾക്ക് നൽകാറാണ് പതിവ്. ഇപ്പോൾ എനിക്ക് ഏതാണ്ട് 10-15 തേനീച്ചപ്പെട്ടികൾ സ്വന്തമായിട്ടുണ്ട്. ഇപ്പോൾ അതിൽ നിന്ന് ഒരുപാട് ആദായം ലഭിക്കുന്നുണ്ട്. കൂടാതെ 5 തരം തേൻ ഉൽപ്പന്നങ്ങൾ കൂടെ ഞാൻ വിപണിയിലിറക്കി. നമ്മുടെ ഇതിൻ്റെ ഹണി ഈ പെട്ടിക്കകത്ത് തന്നെ, തേനീച്ച പെട്ടിക്കകത്ത് തന്നെ ഞാനിപ്പോഴേ ഏതാണ്ട് ഹണി ബീ വാക്സ് ബാം എന്ന് പറയുന്നൊരു സാധനം, ഒരു ചർമ്മകാന്തി മുഴുവൻ ആളുകൾക്കും ത്വക്ക് രോഗങ്ങൾ മാറ്റുന്നതിനും മുഖം മിനുക്കുന്നതിനും കാല് വിണ്ടു കയറുന്നതിനും ഒക്കെയുള്ള പരിപാടിയിൽ അതിനൊക്കെ ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി യാതൊരു അലർജിയില്ലാത്ത ബി ബാമും കൂടെ ഇപ്പം എൻ്റെ കൈവശമുണ്ട്. കൂടാതെ തന്നെ ഒരു തേനീച്ചപ്പെട്ടിയിൽ നിന്ന് ഏതാണ്ട് 15-20 കിലോ തേനാണ് ഒരു വർഷം ഫെബ്രുവരി മുതൽ 4 മാസക്കാലമായി നമുക്ക് ലഭിക്കുന്നത്. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ സംതൃപ്തരായി കഴിഞ്ഞ ഒരു 10 വർഷക്കാലമായി തന്നെ സന്തുഷ്ടരായി ജീവിക്കാൻ കാരണം ഈ തേനീച്ചകളാണ്. കേരള ഗാന്ധി സ്മാരകം ഞാൻ 1961 ഈ പ്രവർത്തനവുമായിട്ട്, ഗാന്ധി സ്മാരകത്തിൻ്റെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെടാൻ അവസരം കിട്ടി. അതിനെ തുടർന്ന് ഏതാണ്ട് അനേകം ആളുകൾക്ക് ഈ പരിശീലനം നൽകാനും കേരളത്തിൽ പല ഭാഗങ്ങളിൽ പോയി പരിശീലനം നൽകുവാനും ഒക്കെ എനിക്ക് അവസരം ലഭിച്ചു. അനേകം ആളുകൾ ഈ പരിശീലനവുമായിട്ട് ബന്ധപ്പെടാൻ അവസരമുണ്ടായി. കൂടുതൽ ഈ പ്രവർത്തനങ്ങൾ സഹായമാകുന്ന രീതിയിൽ തേൻ കളക്ട് ചെയ്യാനായിട്ട് ഇത് സഹായമായി. ഏതാണ്ട് 25 ലക്ഷം രൂപയുടെ തേൻ 1982 ഒക്കെ ആയപ്പോഴേക്കും വളരെയധികം പ്രാധാന്യം ഇതിന് വന്നു. 1982 ഇത് നമ്മുടെ വേൾഡ് ട്രേഡ് ഫെയറിൽ ഹണി വിൽപ്പനയ്ക്കായിട്ട് ഇത് ഡൽഹിയിൽ പോകാനായിട്ട് എനിക്കൊരവസരം കിട്ടി. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പിന്നെ ഈ രംഗവുമായിട്ട് ബന്ധപ്പെടാൻ സാധിച്ചു. വീടായാൽ തീർച്ചയായിട്ടും ഒരു 4-5 തേനീച്ചപ്പെട്ടി വളർത്തിയാൽ ആ പരിസരത്തുള്ള പരാഗണങ്ങൾ ഗംഭീരമായി നടക്കുകയും അതുപോലെ കായ്കനികൾ, വൃക്ഷലതാദികൾ ഒരുപോലെ പൂത്ത് കായ്ച്ച് നമ്മുടെ പൂങ്കാവനങ്ങൾ ഉണ്ടാകുന്ന പോലെ നമ്മുടെ നാട്ടിൽ സുഭിക്ഷമായ ഒരു കൃഷി രീതിക്ക് സഹായിക്കാനുള്ള ഒരു പരിവർത്തനം തേനീച്ചകൾ നമുക്ക് നടത്തി വരുന്നുണ്ട്. അവരവരുടെ വീട്ടിൽ അവരവർക്ക് വേണ്ട തേൻ ഉണ്ടാക്കുന്നത് ഏറ്റവും നല്ല അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കത്തക്ക ഒരു കാര്യമാണ്. എനിക്കിപ്പോൾ കിട്ടുന്ന തേൻ എൻ്റെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുക, അല്ലാതെ വിൽപ്പനയ്ക്ക് വേണ്ടി വാണിജ്യാടിസ്ഥാനത്തിൽ ഞാൻ തേൻ ഉണ്ടാക്കുന്നില്ല. പക്ഷേ ഞാൻ തേനീച്ച വളർത്തുന്നത് എൻ്റെ തോട്ടത്തിലെ വൃക്ഷങ്ങൾ കായ്ക്കുമ്പോൾ അതിലെ പൂക്കൾക്ക് പരാഗണം നടക്കാൻ വേണ്ടി തേനീച്ചകൾ ആവശ്യമുള്ളത് കൊണ്ടാണ് ഈ തേനീച്ചകൾക്ക് ഞാൻ അമിത പ്രാധാന്യം കൊടുത്ത് അതിനെ വളർത്തുന്നത്. അതുകൊണ്ട് നമ്മുടെ കേരളത്തിൽ ഇന്ന് പച്ചക്കറികൾ മുഴുവൻ തമിഴ്നാട്ടിൽ നമ്മൾ ഇറക്കുമതി ചെയ്യുന്നു. നമ്മുടെ നാട്ടിലെ വിളകൾ ഉൽപ്പാദനം കൂട്ടാൻ വേണ്ടി എല്ലാ വീട്ടിലും ഒരു തേനീച്ചക്കൂടെങ്കിലും ഉണ്ടാകുന്നത് നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് ആവശ്യമാണ്. അതുകൊണ്ട് എല്ലാ കർഷകരും അതിലേക്ക് വരണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. ചില ഗവൺമെൻറ്റിൻ്റെ ചില ആൾക്കാർ ഗവൺമെൻറ് തലത്തിൽ പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുണ്ടെന്നല്ലാതെ ഇതിനെക്കുറിച്ച് ആരും പുസ്തകങ്ങൾ എഴുതിയിരുന്നില്ല. ആ കാലഘട്ടത്തിൽ ഞാൻ 2005 ഇത് സംബന്ധിച്ചൊരു പുസ്തകം തയ്യാറാക്കി. അത് വളരെയധികം ആളുകൾക്ക് അത് പ്രയോജനപ്പെട്ടു. നമുക്ക് ഏത് ഷുഗർ രോഗികൾക്ക് പോലും തേനിൻ്റെ മധുരം കഴിക്കാവുന്നതാണ്. തേൻ കഴിക്കുന്നതുകൊണ്ടുള്ള മധുരം ഷുഗർ രോഗികളുടെ അസുഖം കൂട്ടത്തില്ല എന്ന് സയൻസ് തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എത്ര തേൻ വേണമെങ്കിലും അവർക്ക് കഴിക്കാം, യാതൊരു കുഴപ്പമുണ്ടാകുന്നില്ല. സ്വാഭാവികമായി മധുരം കിട്ടുന്ന അന്തരീക്ഷത്തിൽ തന്നെ ഉണ്ടാകുന്ന ഒരു മധുര പദാർത്ഥമാണ് തേൻ. തേനീച്ച വളർത്തൽ കൊണ്ട് വളരെയധികം ഗുണങ്ങൾ, ഇതിൻ്റെ എല്ലാ പ്രോഡക്റ്റും തേൻ ആരോഗ്യത്തിന് നല്ലതാണ്. ഇന്ന് അതിൻ്റെ മാർക്കറ്റിംഗ് ഇത് നോക്കുകയാണെങ്കിൽ ധാരാളം നമ്മുടെ ആളുകൾ തേൻ ഉപയോഗിക്കാനുള്ള ശീലം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് തന്നെ. നല്ല ഹണി സർബത്ത്, ഇന്ന് കോഴിക്കോടൻ സർബത്ത് കൊടുക്കുന്ന സ്ഥാനത്ത് ഹണി സർബത്ത് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഇന്ന് വളരെയധികം വിൽക്കാനായിട്ട് സാധിക്കുന്ന ആരോഗ്യത്തിന് നല്ലതാണ്. സംസ്കരിച്ച തേനിൻ്റെ ഘടകങ്ങളിൽ പ്രാദേശികമായി നേരിയ മാറ്റങ്ങളുണ്ട്.
ഒപ്പം പ്രാദേശികമായി ലഭിക്കുന്ന പൂക്കളുടെ വ്യത്യാസം മൂലം രുചിക്കും വാസനയ്ക്കും ഏറെ വ്യത്യാസം കാണുന്നുണ്ട്. ഇതുപോലെ തന്നെ തേനിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിനുകൾ, ലവണങ്ങൾ, അമ്ലങ്ങൾ എന്നീ ഘടകങ്ങളിലും അളവിലും വ്യതിയാനം കാണാറുണ്ട്. അതുകൊണ്ടുതന്നെ കേരളത്തിൽ ശേഖരിക്കപ്പെടുന്ന തേൻ മറ്റിടങ്ങളിലുള്ളതിനേക്കാൾ ഗുണസമ്പുഷ്ടവും പരക്കെ സ്വീകാര്യവുമാണ്. KSFE ഭാഗ്യശ്രേയസ് ചിട്ടികൾ. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നീര രണ്ടാം ഘട്ട ലൈസൻസ് വിതരണ ഉദ്ഘാടനം നാളെ. ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് പദ്ധതിയിൽ പച്ചക്കറി കൃഷിക്ക് 90% സബ്സിഡി. വിശദമായ കാർഷിക വാർത്തകളിലേക്ക്. നാളികേര വികസന ബോർഡിൽ രജിസ്റ്റർ ചെയ്ത നാളികേര ഉൽപാദക സംഘങ്ങളുടെ 173 ഫെഡറേഷനുകൾക്ക് നീര ഉൽപ്പാദിപ്പിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനും ലൈസൻസ് നൽകുന്നു. ഇതിന്റെ വിതരണ ഉദ്ഘാടനം നാളെ 3 മണിക്ക് കൊച്ചി ഫൈൻ ആർട്സ് ഹാളിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിക്കും. വാണിജ്യാടിസ്ഥാനത്തിൽ കൈതച്ചക്ക കൃഷി ചെയ്യുന്നതിന് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ ധനസഹായം നൽകുന്നു. 1 ഹെക്ടർ സ്ഥലത്ത് കൈതച്ചക്ക കൃഷി ചെയ്യുന്നതിന് 26,250 രൂപ സബ്സിഡിയായി നൽകും. അത്യുൽപാദന ശേഷിയുള്ള മൗറീഷ്യസ്, ക്യൂൻ എന്നീ കൈതച്ചക്ക ഇനങ്ങൾ കൃഷി ചെയ്യാവുന്നതാണ്. മേൽത്തരം മൗറീഷ്യസ് കൈതച്ചക്ക കന്നുകൾ തിരുവനന്തപുരം വട്ടിയൂർക്കാവ് കൃഷിഭവനിൽ നിന്നും ലഭ്യമാണ്. വിളിക്കേണ്ട ഫോൺ നമ്പർ 0471 2367682. ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് രീതി അവലംബിച്ച് പച്ചക്കറി കൃഷി ചെയ്യുന്നതിന് ധനസഹായം നൽകുന്നു. സംസ്ഥാന കൃഷിവകുപ്പ് കൃഷിഭവൻ വഴിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതി പ്രകാരം 50 സെന്റ് സ്ഥലത്ത് പച്ചക്കറി കൃഷി ചെയ്യുന്നതിന് 30,000 രൂപ ധനസഹായം നൽകും. 90% സബ്സിഡി ഉറപ്പാക്കുന്നതാണ് പദ്ധതി. പച്ചക്കറിയിൽ പ്രദർശനത്തോട്ടം ഒരുക്കുന്നതിന് ഏക്കറിന് 40,000 രൂപ ധനസഹായം നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതിന് തൊട്ടടുത്തുള്ള കൃഷിഭവനുകളുമായി കർഷകർ ബന്ധപ്പെടേണ്ടതാണ്. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ നടപ്പിലാക്കുന്ന സ്മാൾ ഫാം മെക്കനൈസേഷൻ പദ്ധതി പ്രകാരം കാടുവെട്ട് യന്ത്രം വാങ്ങുന്നതിന് സബ്സിഡി നൽകുന്നു. കാടുവെട്ട് യന്ത്രത്തിന്റെ വിലയുടെ 50% സബ്സിഡിയായി നൽകുന്നത്. പദ്ധതിയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് കർഷകർ കൃഷിഭവനുകളുമായി ബന്ധപ്പെടുക. കേരള കാർഷിക സർവകലാശാല വിവിധ മേഖലകളിൽ വരുമാനദായക സംരംഭങ്ങൾ ആരംഭിക്കാൻ സംരംഭകർക്ക് സാങ്കേതിക വിദ്യകൾ ലഭ്യമാകാൻ അവസരം ഒരുക്കുന്നു. വെള്ളായണി കാർഷിക കോളേജ്, വെള്ളാനിക്കര ഹോർട്ടിക്കൾച്ചർ കോളേജ്, വെള്ളാനിക്കര ഫോറസ്ട്രി കോളേജ്, പടന്നക്കാട് കാർഷിക കോളേജ്, മാടക്കത്തറ കശുമാവ് ഗവേഷണ കേന്ദ്രം, തിരുവല്ല കാർഷിക ഗവേഷണ കേന്ദ്രം, കേളപ്പജി കാർഷിക എഞ്ചിനീയറിംഗ് കോളേജ്, പാലക്കാട് കൃഷി വിജ്ഞാന കേന്ദ്രം തുടങ്ങി കാർഷിക സർവകലാശാലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ രൂപപ്പെടുത്തിയ സാങ്കേതിക വിദ്യകളാണ് കർഷകർക്ക് ലഭ്യമാക്കുക. ഇതിന് സഹായകമായ ഒരു ടെക്നോളജി ഹബ് മണ്ണുത്തി സെൻട്രൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആരംഭിച്ചിട്ടുണ്ട്. ബന്ധപ്പെടേണ്ട വിലാസം: പ്രൊഫസർ ആൻഡ് ഹെഡ്, സെൻട്രൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കേരള കാർഷിക സർവകലാശാല, മണ്ണുത്തി, തൃശൂർ 680651. വിളിക്കേണ്ട ഫോൺ നമ്പർ 0487 2371104. വിദ്യാർത്ഥികളുടെ കൃഷിശാസ്ത്ര സാംസ്കാരിക വേദിയുടെ 6ാം കേരള ബാല കൃഷിശാസ്ത്ര കോൺഗ്രസ് തൃശൂരിൽ സമാപിച്ചു. കുടുംബകൃഷിയും കുട്ടികളും എന്നതായിരുന്നു
ബാലകൃഷി ശാസ്ത്ര കോൺഗ്രസിലെ മുഖ്യ വിഷയം. കൃഷിയിലെ കുട്ടികളുടെ കണ്ടെത്തലുകളും അറിവുകളും ഏകോപിപ്പിച്ചുകൊണ്ട് നടത്തിയ ബാലകൃഷി ശാസ്ത്ര കോൺഗ്രസിൽ ഗവേഷണ പ്രബന്ധങ്ങൾ, വിദ്യാലയങ്ങളിലെ കൃഷി കാഴ്ചകൾ എന്നിവ അവതരിപ്പിച്ചു. വിവിധ കാർഷിക വിഷയങ്ങളെ സംബന്ധിച്ച സെമിനാറുകളും കൃഷി ചിത്രീകരണ പ്രദർശനവും നടന്നു. ബാലകൃഷിശാസ്ത്ര പ്രതിഭാ പുരസ്കാരം നേടിയ ആലപ്പുഴ താമരക്കുളം VVHS വിദ്യാർത്ഥിനി അദ്വൈതയ്ക്ക് പ്രശസ്തി പത്രവും ട്രോഫിയും കൃഷിവകുപ്പ് മന്ത്രി സമ്മാനിച്ചു. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചിയിൽ 13,850 രൂപ, കോഴിക്കോട് 15,000 രൂപ, തൃശ്ശൂരിൽ 14,000 രൂപ. കൊപ്ര കൊച്ചിയിൽ 9,245 രൂപ, കോഴിക്കോട് 10,050 രൂപ. കൊപ്ര തൃശ്ശൂരിൽ 9,385 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 66,000 രൂപ, ഗാർബിൾഡ് 69,000 രൂപ. ചുക്ക് മീഡിയം 20,000 രൂപ, ബെസ്റ്റ് 22,000 രൂപ. മഞ്ഞൾ സേലത്ത് 7,800 രൂപ, ഈറോഡിൽ 8,400 രൂപ. അടയ്ക്ക പുതിയത് 17,000-നും 19,000-നും മധ്യേ. കൊച്ചിയിൽ റബ്ബർ 5 ഗ്രേഡ് 11,000 രൂപ, 4 ഗ്രേഡ് 11,700 രൂപ. കോട്ടയത്ത് റബ്ബർ 5 ഗ്രേഡ് 11,000 രൂപ, 4 ഗ്രേഡ് 11,800 രൂപ. കമ്പോള നിലവാരം കൊച്ചി മാർക്കറ്റിൽ. വെളിച്ചെണ്ണ 13,850 രൂപ, കൊപ്ര 9,245 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,100 രൂപ, റോട്ടറി 3,000 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 66,000 രൂപ, ഗാർബിൾഡ് 69,000 രൂപ. ചുക്ക് മീഡിയം 20,000 രൂപ, ബെസ്റ്റ് 22,000 രൂപ. മഞ്ഞൾ നാടൻ 6,200 രൂപ. അടയ്ക്ക പുതിയത് 17,000-നും 19,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ 280-നും 300-നും മധ്യേ. തൊണ്ടില്ലാത്തത് 490-നും 525-നും മധ്യേ. ജാതിപത്രി 775-നും 800-നും മധ്യേ. ഗ്രാമ്പു 1,005 രൂപ. റബ്ബർ RSS 5 ഗ്രേഡ് 11,000 രൂപ, 4 ഗ്രേഡ് 11,700 രൂപ. ഒട്ടുപാൽ 7,700 രൂപ. ലാറ്റക്സ് 7,800 രൂപ. കമ്പോള അവലോകനം. വിളവെടുപ്പ് പുരോഗമിക്കവേ കുരുമുളകിന് നേരിട്ട വിലത്തകർച്ച കർഷകരെ സമ്മർദ്ദത്തിലാക്കി. 1,000 രൂപ കുറഞ്ഞ് 69,000-ലാണ് ഇന്ന് ഗാർബിൾഡ് കുരുമുളകിന്റെ വ്യാപാരം തുടങ്ങിയത്. അന്തർ സംസ്ഥാന ഇടപാടുകാരിൽ നിന്നുള്ള പിന്തുണ കുറവാണ്. ടയർ നിർമ്മാതാക്കളിൽ നിന്ന് ആവശ്യം ചുരുങ്ങിയത് മൂലം വിവിധയിനം ഷീറ്റ് വില ഇടിഞ്ഞു. കൊച്ചിയിൽ 4 ഗ്രേഡ് കിലോ 117-ലും കോട്ടയത്ത് 118-ലുമാണ് വിപണനം നടക്കുന്നത്. വിദേശ രാജ്യങ്ങളുടെ തളർച്ചയാണ് ആഭ്യന്തര വിപണിയിലും പ്രതിഫലിച്ചത്. ഏലയ്ക്ക മികവ് നിലനിർത്തി. ശക്തമായ ആഭ്യന്തര ഡിമാൻഡിൽ കുമിളി ലേലത്തിന് വന്ന 76,699 കിലോ ചരക്ക് പൂർണ്ണമായും വിറ്റഴിഞ്ഞു. മികച്ച ഇനം ഏലം കിലോ 1,130 രൂപയിലും ശരാശരി ഇനങ്ങൾ 861 രൂപയിലും ലേലം കൊണ്ടു. നാളികേര ഉൽപ്പന്നങ്ങളുടെ നിരക്കിൽ മുന്നേറ്റം. കൊച്ചിയിൽ വെളിച്ചെണ്ണ 13,850 രൂപയായി ഉയർന്നു. അതേസമയം സംസ്ഥാനത്തെ മറ്റു വിപണികളിൽ എണ്ണവിലയിൽ മാറ്റമില്ല. കൊപ്ര 9,245 രൂപ രേഖപ്പെടുത്തി. ഇനി കാലാവസ്ഥ. പ്രധാന നഗരങ്ങളിലെ താപനില. കണ്ണൂർ കൂടിയ താപനില 33.9 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 20.7 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 34, 21.9. കൊച്ചി 32.4, 23.4. ആലപ്പുഴ 32.5, 23.7. പുനലൂർ 33.5, 20. തിരുവനന്തപുരം കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.